നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പുലാവാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ വളരെ സ്വാദേറിയ ഒരു പുലാവ്. ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കുന്ന പുലാവാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. കുക്കറിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒരു 3-4 പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കണം. ഒരു 15-20 മിനിറ്റോളം ഒന്ന് കുതിർത്തതിന് ശേഷം വേണം നമുക്കിത് പാകം ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കൊഞ്ചാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാമോളം കൊഞ്ച് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വെളുത്തുള്ളി ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കൈപ്പിടി മല്ലിയില, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, അല്പം പുതിനയില, ഒരു 4 പച്ചമുളക്. ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഇഞ്ചി ഒന്ന് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് അരഞ്ഞ് കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും വലിപ്പത്തിലുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നല്ല വലിപ്പത്തിലുള്ള പച്ചമുളക്, നല്ല എരിവുള്ളതുമാണ്. പിന്നെ ഇതിലേക്ക് അല്പം പുതിനയില, ഒരു കൈപ്പിടി മല്ലിയില, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മുടെ അരി ഇവിടെ ഏകദേശം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 15-20 മിനിറ്റ് ആയി കഴിഞ്ഞു. പിന്നെ ആ കൊഞ്ച് റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയും ടൊമാറ്റോയാണ്. ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു വലിയ ടൊമാറ്റോയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ മല്ലിയിലയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചേർത്ത് നല്ലോണം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം ചെറിയ പട്ട, ഒരു 3 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയാണ് വേണ്ടത്. നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുക്കർ ഇവിടെ വെച്ച് ഞാനൊന്ന് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ബേ ലീഫ് കൂടെ ചേർക്കണം. എൻ്റെ കയ്യിൽ ഉണങ്ങിയ ബേ ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മരം വീട്ടിലുണ്ട്, അതിൻ്റെ പച്ച ഇല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചയില ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു മണമാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ചുവക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു പകുതി വെന്ത് കിട്ടിയാൽ മതിയാകും. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴന്നു കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് വഴന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആ ചതച്ച മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചക്കൊത്തമല്ലി, പുതിനയില എല്ലാം കൂടെ ചേർത്തത് അതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. അപ്പോൾ നല്ലൊരു മണമാണ് ഇതെല്ലാം കൂടെ വഴറ്റി ഇങ്ങനെ വരുമ്പോഴേ. ഇപ്പോൾ നമ്മുടെ പുതിനയിലയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്കുള്ള മസാല ചേർക്കാം. ഇതിന് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്പം എരിവുള്ളതാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഇതിൽ മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തോളുക. ഇപ്പോൾ നമ്മുടെ മസാലകളുടെയൊക്കെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞു. ഒരു 1-2 മിനിറ്റോളം ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആ ചോറിനും കൂടെ ആവശ്യമുള്ള രീതിയിലാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. കൂട്ടത്തിൽ ആ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ചേർക്കാം. തക്കാളി ഒന്ന് ഒത്തിരി അങ്ങ് ഉടയേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു പകുതി ഭാഗം ഒന്ന് വെന്ത് കിട്ടണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു പകുതിയോളം അത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കൊഞ്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാമോളം വരും വലിയ കൊഞ്ചാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചെമ്മീൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കുക. മസാലയെല്ലാം എല്ലായിടത്തും ഒരുപോലെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. ഇപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി ചെമ്മീനിൽ നിന്ന്.
ഈ സമയം നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർക്കുക. ഒത്തിരി അങ്ങ് ഇളക്കേണ്ട, പൊടിഞ്ഞു, നമ്മൾ കുതിർത്ത അരിയാണ്, പൊടിഞ്ഞു പോവും. മസാല ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1.5 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിക്കൊള്ളുക. ഉപ്പ് നമുക്കൊരല്പം മുമ്പിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ ആ ചോറിൽ പിടിച്ച് കിട്ടുമ്പോൾ പാകത്തിനായി കിട്ടത്തുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് ഞാനൊരല്പം മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെയിറ്റ് ഇട്ട് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒറ്റ വിസിൽ കേട്ടാൽ മതിയാവും, ഹൈ ഫ്ലെയിമിൽ. ഇപ്പോൾ ഇതാ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചേക്കുക. മുഴുവൻ സമയവും ആവി പോകുന്നവരെ വെക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് വെച്ചിരുന്നിട്ട് നമുക്ക് ആവി ഒന്ന് കളഞ്ഞ ശേഷം തുറന്ന് നോക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ പാകത്തിന് നമ്മുടെ ചെമ്മീൻ പുലാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അരിയൊന്നും ഒത്തിരി വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. വെള്ളമെല്ലാം പാകത്തിന് വെന്ത് വറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കുക്കറിൽ തയ്യാറാക്കുന്നതായതുകൊണ്ട് ചൂടോടെ ഒരു അല്പം കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ തണുത്ത് കഴിയുമ്പം പഴയ നല്ല ഇതായിട്ട് കിട്ടും. ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ നല്ല സൂപ്പറായിട്ട് വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേ ഇതങ്ങ് മാറും, ആ ഒരു ഒട്ടലങ്ങ് മാറും. ഇത് ഞാനൊന്ന് അടച്ചു വെക്കേണ്ടത്. ഇപ്പം എന്താ കുറച്ച് നേരമായതാ കണ്ടോ. ഇപ്പം നമുക്ക് ആ നേരത്തെ കണ്ട ആ ഒരു ഇതല്ലല്ലോ, ഇപ്പം നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ, ചോറൊന്നും വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഞാനിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് രാവിലെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുത്തയക്കാൻ പറ്റിയ അടിപൊളി പുലാവാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് അരി കുതിർന്ന് കിട്ടും. ഒരു അരമണിക്കൂർ മതിയാവും ഇതെല്ലാം കൂടെ ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ രുചികരമായ ഒരു പുലാവ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. വിരുന്നുകാരൊക്കെ വന്നാലും നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ വളരെ ടേസ്റ്റിയായ ചെമ്മീൻ കൊണ്ടുള്ള ഈ പുലാവ് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാനിപ്പോൾ ഇതിന് സൈഡ് ഡിഷായിട്ട് സലാഡ് എടുത്തിട്ടുണ്ട്. അച്ചാർ, പപ്പടമൊക്കെ കൂട്ടി കഴിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ തന്നെയും ഇത് മാത്രമായിട്ടും കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.